ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മുടെ പാസ്പോർട്ട് നാട്ടിൽ വെച്ച് എക്സ്പയറി ആവണമെങ്കിൽ നമുക്ക് നാട്ടിൽ അക്ഷയ സെൻറ്ററുകളുണ്ട്, പിന്നെ കഫേകളുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അബ്രോഡ് വരുമ്പോൾ അതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം, ഓൺലൈനായിട്ട് ചെയ്തിട്ട് ആ ഒരു ഇതുകൊണ്ട് നമ്മുടെ എംബസിയിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പാസ്പോർട്ട് റിന്യൂ ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കിത് ഫോണിലും ചെയ്യാൻ പറ്റും. സിസ്റ്റത്തിലാണെങ്കിൽ ഒന്നും കൂടി ഫോണ്ടുകളൊക്കെ വലുതായിട്ട് കാണും. നമുക്ക് ഫോണിലായാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇന്ത്യൻസിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, പാസ്പോർട്ട് സേവ ഇന്ത്യൻ എംബസി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ഫസ്റ്റത്തെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ കയറി അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ കാണാൻ പറ്റും നമുക്ക് അങ്ങനൊരു ഡോക്ടർ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ട് ആ ആളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, രജിസ്റ്റർ ചെയ്യുക, ട്രാക്ക് സ്റ്റാറ്റസ്, ലോഗിൻ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള പ്രോസസ്സിങ് ഒക്കെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാട്ടെ എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ രജിസ്റ്ററുമ്പോൾ ഞെക്കി കഴിയുമ്പോൾ ഇങ്ങനെ കുറേ കോളംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കൊടുക്കേണ്ട കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എംബസി ഏത് രാജ്യത്തെ എംബസിയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ സ്ലൊവേനിയ എന്നായതുകൊണ്ട് നമ്മൾ സ്ലൊവേനിയയിൽ ആകെ ഒരു ഇന്ത്യൻ എംബസി ഉള്ളൂ, അത് ലുബ്ലിയാനയിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്യുക. അതിൽ തന്നെ നമുക്ക് കണ്ടിട്ട് എസിൻ്റെ അവിടേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സ്ലൊവേനിയ ലുബ്ലിയാന എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് കണ്ട ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ പി ഒക്കെ കഴിഞ്ഞ് എസ് എത്തുമ്പോൾ കണ്ട സ്ലൊവേനിയ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും, ലുബ്ലിയാന എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കോളൊക്കെ നമുക്ക് തന്നെ പാസ്പോർട്ടിൽ നോക്കിയിട്ട് നമുക്ക് തന്നെ ഫില്ല് ചെയ്യാന്നുള്ളൂ. ഫസ്റ്റത്തെ പേര് കൊടുക്കുക, പിന്നെ സർനെയിം കൊടുക്കുക, പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഒക്കെ കറക്റ്റായിട്ട് അടിച്ച് കൊടുക്കണം. എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടായിരിക്കും. പിന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുക. മെയിൽ ഐ ഡിയിലാണ് ഒക്കെ വരിക, അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നത് മെയിലിലായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് കൊടുക്കുക മെയിൽ ഐ ഡി ഒക്കെ. അപ്പോൾ മെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾക്ക് യെസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലോഗിൻ ചെയ്യുമ്പോൾ ആ ഐ ഡി തന്നെ കൊടുക്കണം, ആ ഒരു ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കണം. അപ്പോൾ യെസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ, യൂസർ ഐ ഡി വേറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിനെ വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ബർത്ത് പ്ലേസ് കൊടുത്താൽ മതി. അത് നിങ്ങൾ പാസ്പോർട്ടിലുള്ള മാതിരി തന്നെ ഏത് സ്ഥലമാണെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങാനും പാസ്വേഡൊക്കെ നമ്മൾ ഫോർഗോട്ട് പാസ്വേഡ് അടിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ നിങ്ങൾ അടിയിൽ കാണുന്ന ആ ഒരു കോളത്തിൽ കാണുന്ന അതൊക്കെ ക്യാരക്ടർ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ യൂസർ ഐ ഡിയും മെയിൽ ഐ ഡിയും സെയിം ആയിട്ടായിരിക്കും വരണേ. അപ്പോൾ നിങ്ങൾ നോ കൊടുക്കുകയാണെങ്കിൽ യൂസർ ഐ ഡി അടുത്ത് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇതിലൊക്കെ. അപ്പോൾ ഇതന്നെ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. ലോഗിൻ ചെയ്യണതിന് മുന്നേ നമുക്കൊരു മെയിൽ വരും. ഈ പാസ്പോർട്ട് സേവയുടെ ഒരു മെയിൽ നിങ്ങൾ ആക്റ്റീവ് ചെയ്യാൻ പറഞ്ഞിട്ട് മെയിൽ വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് മെയിൽ വന്നിട്ട് ഞാൻ മെയിൽ കാട്ടിത്തരാം കേട്ടോ. ആ മെയിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഒരു വെബ്സൈറ്റ് കാണാൻ പറ്റും. ആ വെബ്സൈറ്റുമ്മേ ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾ ആക്റ്റീവ് കൊടുത്താൽ മതി. ആക്റ്റീവ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, അത് വായിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ അടിയിലൊരു ചെറിയൊരു ബ്ലൂ കളറുള്ള വെബ്സൈറ്റ് ഉണ്ടാവും. അതുമ്പോൾ ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾ ആക്റ്റീവ് കൊടുക്കുക. ആക്റ്റീവ് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഈ പേജ് ഓപ്പൺ ചെയ്യാം. ഈ പാസ്പോർട്ട് സേവയുടെ പേജ് തന്നെ വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ലോഗിനാണ്. അപ്പോൾ ലോഗിൻ കൊടുക്കുമ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്തത് യെസ് ആണെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയും, നോ ആണെങ്കിൽ നിങ്ങൾ ഏതാണ് ക്രിയേറ്റ് ചെയ്തത് അത് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കൊടുത്തത് യെസ് ആണ്. അപ്പോൾ യെസ് കൊടുത്തുകൊണ്ട് എൻ്റെ ലോഗിൻ ഐ ഡി ആ ഒരു മെയിൽ ഐ ഡി തന്നെ വന്നതാണ്. അപ്പോൾ പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയത്തെ ആ ക്യാരക്ടർ അടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തോളൂ കേട്ടോ, നേരത്തെ അടിച്ച പോലെ തന്നെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും കേട്ടോ, ആപ്ലിക്കൻ്റ് ഹോം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അതിൽ പാസ്പോർട്ട്, ഓർഡിനറി പാസ്പോർട്ട് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ അല്ലെങ്കിൽ അപ്ലൈ ഫോർ എമർജൻസി സർട്ടിഫിക്കറ്റ്. അത് നിങ്ങളുടെ ഇതനുസരിച്ചിട്ടാണ്. എല്ലാ കാര്യത്തിനും ഈ ഒരു വെബ്സൈറ്റ് തന്നെ യൂസ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ PCC എടുക്കണമെങ്കിലായാലും പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇതിന് തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ കയറി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാസ്പോർട്ടിന് റീഇഷ്യൂ ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ തന്നെ ആ ഫസ്റ്റത്തെ ഓപ്ഷനിൽ അപ്ലൈ ഫോർ ഓർഡിനറി പാസ്പോർട്ട് അത് സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ PCC എടുക്കുന്നവരാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഓർഡിനറി പാസ്പോർട്ട് സെലക്ട് ചെയ്ത്
അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ട് ടൈപ്പ് ഏതാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഫ്രഷ് ആയിട്ടാണോ, നമ്മൾ എന്തായാലും എക്സ്പയർ ആയിട്ട് റീഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മറ്റേ എന്തിട്ടാ വാലിഡിറ്റി എക്സ്പയർ 3 years, ഡ്യൂട്ടി എക്സ്പയർ, അങ്ങനെയൊക്കെ കാണാൻ പറ്റും ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾ റീഇഷ്യൂ ചെയ്യണമെന്നാണെങ്കിൽ റീഇഷ്യൂ കൊടുക്കുക. പിന്നെ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലാണോ അതോ സ്പീഡിൽ വേണോ, അതാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ നമുക്ക് നോർമൽ കൊടുത്താൽ മതി. അങ്ങനെ സെലക്ട് ചെയ്യുക. അതിൽ മുകളിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, അത് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. ലോസ്റ്റ് പാസ്പോർട്ട് ആണെങ്കിൽ അത്, ഡാമേജ് പാസ്പോർട്ട് ആണെങ്കിൽ അത്, പിന്നെ പേജ് കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അത് അങ്ങനെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ അത് നോക്കി സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലാണെങ്കിൽ തൽക്കാലമാണോ എന്ന് ചോദിക്കുന്നത്. തൽക്കാലമാണെങ്കിൽ ഇത്തിരി സ്പീഡിൽ, നോർമലാണെങ്കിൽ സാധാ ടൈം എടുത്തിട്ട്, അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ പാസ്പോർട്ട് ടൈപ്പ്, പേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 പേജുണ്ട്, 60 പേജുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ട്രാവൽ ചെയ്യണവരാണെങ്കിൽ നിങ്ങൾക്ക് 60 പേജ് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു പേജ് ഫുള്ളാവും സീൽ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇച്ചിരി പൈസയുടെ വ്യത്യാസം വരുള്ളൂ കേട്ടോ. 36 പേജും 60 പേജിൻ്റെ ഒക്കെ നിസ്സാര പൈസയുടെ വ്യത്യാസമുള്ളൂ. അപ്പം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ചോയ്സ്. നിങ്ങൾക്ക് 60 ആണെങ്കിൽ 60 എടുക്കുക, 36 ആണെങ്കിൽ 36 എടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു അടുത്തൊരു, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്തൊരു പേജ് വരും. അങ്ങനെ നമുക്കൊരു 9 പേജോളം അങ്ങനെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് പെട്ടെന്ന് തിരക്ക് കൂട്ടി ചെയ്യാണ്ട് സൂക്ഷിച്ച് ഇങ്ങനെ നോക്കിയും കണ്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പാസ്പോർട്ട് കിട്ടാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ നോക്കി പതുക്കെ ചെയ്താൽ മതിയിട്ടാ. അപ്പോൾ കറക്റ്റായിട്ട് പാസ്പോർട്ടിൽ നോക്കി കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്കൊരു 9 പേജോളം ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കാട്ടിത്തരാം. ഫസ്റ്റത്തെ പേജ് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ആയില്ല. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പേജ് അതന്നെ സിമ്പിളാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്. നോർമൽ തൽക്കാൽ, പിന്നെ പേജ്, പേപ്പർ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ലോസ്റ്റ് ആണോ അല്ലെങ്കിൽ ഡാമേജ് ആണോ അതങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരിത്, അതൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റത്തെ പേജൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പേജ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫസ്റ്റത്തെ പേജ് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട നിങ്ങളുടെ ഇതന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൽ നോക്കി ടൈപ്പ് ചെയ്യാൻ പറ്റണമെന്ന് മാത്രമേ ഉള്ളൂ ഡെയിലി. ഗിവൺ നെയിം, ജെൻഡർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ സർനെയിം, അങ്ങനെ ഒരു 14 പോട്ടെ 9 പേജോളം നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി ചെയ്താൽ മതി. ഒക്കെ നമ്മുടെ പാസ്പോർട്ടിൽ അതിനുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അടിക്കുക. ഇന്നാളെ നമ്മുടെ ഫ്രണ്ട് 0ക്ക് പകരം O അടിച്ചിട്ട് ഒരു എറർ സംഭവിച്ചിട്ട് അവൻ പിന്നെ ഒരു മാസം കൂടി കഴിഞ്ഞിട്ടാണ് അവന് പാസ്പോർട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ചെയ്യണവരാണെങ്കിൽ അത് നോക്കിയിട്ട് ചെയ്യുക. കുറച്ച് ടൈം എടുത്ത് ഇരുന്ന് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്താൽ പിന്നെ വീണ്ടും ഇതന്നെ ചെയ്യേണ്ടി വരില്ല. അങ്ങനെ നമുക്കൊരു 9 പേജ് അങ്ങനെ ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ പേജ് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് പാസ്പോർട്ടിൽ നോക്കി തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ. അപ്പോൾ അങ്ങനെ എല്ലാ പേജും അങ്ങനെ ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലേ, നമ്മൾ ഈ സേവ് അടിച്ച് പോവുക. നെക്സ്റ്റ് അടിക്കുന്നതിന് മുന്നേ ഒന്ന് സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എങ്ങാനും എന്തെങ്കിലും ബാക്ക് അടിക്കുമ്പോൾ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ ഈ പേജ് തന്നെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ 9 പേജ് ചെയ്തിട്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വന്ന് ബാക്ക് അടിച്ച് ഇതായി പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്നേന്നോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സേവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ പേജ് ഇപ്പോൾ സേവ് ചെയ്തു. അത് ഞാൻ നെക്സ്റ്റ് അടിച്ചപ്പോൾ സെക്കൻഡ് പേജ് വന്നു. അങ്ങനെ സേവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ ആ പേജിലേക്ക് തന്നെ പൊക്കോളും. അപ്പോൾ നിങ്ങൾ സേവ് ചെയ്യാൻ നോക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. സേവ് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് തന്നെ വരാൻ പറ്റും. അപ്പോൾ നോക്കി ചെയ്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് എല്ലാ ഫോമും അതേപോലെ 1, 2, 3, 4 അങ്ങനെ മാറി മാറി ചെയ്യുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ കാര്യങ്ങളുള്ളൂ. പാസ്പോർട്ടിൽ നോക്കിയാൽ നമുക്ക് ചെയ്യാൻ പറ്റണ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു 9 പേജ് നമ്മൾ എല്ലാവരും കൂടി പ്രിൻ്റ് എടുക്കണം. PDF ആയിട്ട് അങ്ങനെ നിങ്ങൾ സേവ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്താൽ മതി. ഇതാണ് കേട്ടോ നമ്മൾ എംബസിയിൽ സബ്മിറ്റ് ചെയ്യണ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി ചെയ്യുക എല്ലാ കാര്യങ്ങളും. 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ്, പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, ഫാമിലി ഡീറ്റെയിൽസ്, പിന്നെ അഡ്രസ്സ് ഡീറ്റെയിൽസ്, എമർജൻസി കോൺടാക്റ്റ്, പിന്നെ അങ്ങനെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, അതർ ഡീറ്റെയിൽസ്, പാസ്പോർട്ട് പ്രിവ്യൂ, പാസ്പോർട്ട് ഡീറ്റെയിൽസ് വെരിഫിക്കേഷൻ, അതൊക്കെയാണ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഒക്കെ പാസ്പോർട്ടിൽ നോക്കി തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഈ ഒരു 9 പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മാത്രം ചെയ്യലാണ് ഇത്തിരി ടാസ്ക് ഉള്ളൂ. അത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ രണ്ടാമത്തെ പേജിൽ ജസ്റ്റ് നിങ്ങൾ ആപ്ലിക്കൻ്റെ ഡീറ്റെയിൽസാണ് ചോദിക്കണേ. നമ്മുടെ ഡീറ്റെയിൽസ്, പാസ്പോർട്ടിലെ ഡീറ്റെയിൽസ് തന്നെ ചോദിക്കണത്. അപ്പോൾ നിങ്ങൾക്കത് നോക്കി ടൈപ്പ് ചെയ്യാൻ പറ്റും അത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി അത്. അങ്ങനെ രണ്ടാമത്തെ പേജ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ എല്ലാ പേജും കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു PDF ആക്കുക.
PDF ആക്കിയിട്ട് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം കേട്ടോ. എംബസിയിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ ഫോമാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 9 പേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഇതെല്ലാനും കൂടി ഒരു PDF ആയിട്ട് പ്രിൻ്റ് എടുക്കുക. അപ്പോൾ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ ഫീ എങ്ങനെയാണ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്തൊരു വെബ്സൈറ്റിൽ കാണിച്ചു തന്നെ. അപ്പോൾ നമ്മൾ സ്ലൊവേനിയൻ ഇന്ത്യൻ എംബസിന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അവരെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ ആയിട്ട് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവും, എംബസി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ മെന്യൂമ്പോൾ ഞെക്കുമ്പോൾ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. എംബസി അങ്ങനെ കാര്യങ്ങളൊക്കെ, പിന്നെ അങ്ങനെ എക്കണോമിക് ആൻഡ് കൊമേഴ്ഷ്യൽ അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, കൺസുലാർ സർവീസസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ കൺസുലാർ സർവീസസ് ഞെക്കി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് കൺസുലാർ സർവീസ് ഞെക്കിയിട്ട് ബാങ്ക് ഇത് അടിച്ചു കൊടുക്കാം, ബാങ്ക് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ കാണിക്കണ ആ ഒരു അക്കൗണ്ടിൽ ബാങ്ക് ഡീറ്റെയിൽസ് ഉള്ള ആ ഒരു ബാങ്കിലേക്കാണ് നമ്മൾ ഇവരുടെ ഫീസ് അടയ്ക്കേണ്ടത് കേട്ടോ. നമ്മൾ പാസ്പോർട്ട് റിന്യൂ ചെയ്യണം, അതിൻ്റെ ഫീ അടയ്ക്കേണ്ടത് ആ ഒരു അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ബാങ്കിൽ പോയിട്ട് പറയാം ഇങ്ങനെ ഇതിന് ചെയ്യാനാണ്, പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിട്ടുള്ള ഫീ അടയ്ക്കാൻ വന്നതാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ ആ ഒരു ഇതടച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു സ്ലിപ്പ് തരും കേട്ടോ. അങ്ങനെ മറ്റേ പാസ്പോർട്ട് എന്തോ പറഞ്ഞിട്ടൊരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പും വേണം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയി പേയ്മെൻറ്റ് ചെയ്യാണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഇങ്ങനെ പാസ്പോർട്ട് ഇതിന് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഏത് ബാങ്കിൽ പോയി അടയ്ക്കാട്ടത്, ഈ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അപ്പോൾ അവരടച്ചുള്ളത് അവർ ചെയ്തു തരും കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് ആ വെബ്സൈറ്റിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ എത്രയാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടതൊക്കെ. അങ്ങനെ കുറേ ഇതുണ്ട് കേട്ടോ ആ ഒരു വെബ്സൈറ്റിൽ തന്നെ, ഫീസും കാര്യങ്ങളൊക്കെ. അത് ഓരോ കൺട്രിയുടെയൊക്കെ ഉണ്ട് ഓരോന്ന്. അപ്പോൾ നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഞാൻ അത് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ കാണിച്ചു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കൊരു ചാർട്ട് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഫീസുകൾ അറിയാനായിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എംബസി പോയി ചോദിച്ചാലും മതി, അവർ പറഞ്ഞു തരും. ഇത്രയും പേജിനാണെങ്കിൽ പിന്നെ റീഇഷ്യൂ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട്, അയാൾ പറഞ്ഞു തരും എന്തിട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചാർട്ട് കാണിച്ചു എന്നുള്ളൂ, ഇത് നോക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷൻസ് ഉണ്ട് അതിൽ. പിന്നെ ഫ്രഷ് പാസ്പോർട്ട് ആണെങ്കിൽ, പിന്നെ നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഇത് കൊടുത്തിട്ടുണ്ട്, ചാർജുകൾ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബർത്ത് രജിസ്ട്രേഷൻ ആണെങ്കിൽ എന്തൊക്കെയാണെന്നുള്ള ചാർജുകളും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, ചാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മൾ 36 പേജിന് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 62 യൂറോ അവരെ ചാർജ്. 60+2 എന്ന് പറഞ്ഞാൽ 2 യൂറോ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അപ്പോൾ 6 7 പിന്നെ നിങ്ങൾ 60 പേജിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 77 യൂറോ കേട്ടോ. 75+2 77 യൂറോ. പിന്നെ 36 പേജിനാണെങ്കിൽ 62 യൂറോ. നിസ്സാരം പേജിന് വ്യത്യാസമുള്ളൂ, പൈസയുടെ വ്യത്യാസമുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് പേജ് വേണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മറ്റേ ബാങ്കിലടച്ച റെസിപ്റ്റ് നമ്മൾ ഇങ്ങനെ പറഞ്ഞോളട്ടെ ബാങ്കിൽ അടയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ പാസ്പോർട്ടിന് രജിസ്റ്റർ ചെയ്യാൻ റീഇഷ്യൂ ചെയ്യാനായിട്ടുള്ള ഫീസ് എന്ന് പറഞ്ഞ് അടച്ചു കഴിഞ്ഞാൽ അവരൊരു വേറൊരു സ്ലിപ്പ് വരും അവിടെ നിന്ന്, അത് കൊണ്ടുപോകണം. പിന്നെ ഓരോന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പാസ്പോർട്ട് DLV, പിന്നെ പാസ്പോർട്ട് റിന്യൂവൽ, മാരേജ് സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ഇത് നമ്മൾ എംബസിയുടെ ഫ്രണ്ടിൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് റിന്യൂവലാണ് പോകണമെങ്കിൽ പാസ്പോർട്ടിന് നമ്മുടെ പഴയ പാസ്പോർട്ട്, പിന്നെ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി, പിന്നെ റെസിഡൻസ് പെർമിറ്റ് കോപ്പി, പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ബാങ്കിൽ അടച്ചതിൻ്റെ ആ ഒരു അവരൊരു സ്ലിപ്പ് വരിക അത്. പിന്നെ നമ്മൾ ഫോട്ടോ 2 കേട്ടോ. ഫോട്ടോ 2 പറഞ്ഞാൽ 2 ഇഞ്ച് ലെങ്ത്ത്, 2 ഇഞ്ച് വിഡ്ത്ത്, അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, 5 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ഇട്ടാൽ ആ 2 ഫോട്ടോ വേണം. പിന്നെ നമ്മുടെ പഴയ പാസ്പോർട്ട് വേണം. അത്രയേ ഉള്ളൂ കേട്ടോ. അതൊക്കെ എല്ലാവരും കൊണ്ട് പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഇട്ടാൽ അത് മാത്രമല്ല, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഇല്ല, നമ്മൾ 9 പേജ് ഫില്ല് ചെയ്തതിൻ്റെ PDF നമ്മൾ പ്രിൻ്റ് എടുക്കണം കേട്ടോ. അത് പ്രിൻ്റ് എടുത്തത് പിന്നെ അത്രയേ ഉള്ളൂ കേട്ടോ. ആ ഒരു ആപ്ലിക്കേഷൻ ഫോമും പിന്നെ ഈ പറഞ്ഞാണ് ഡീറ്റെയിൽസും പിന്നെ നമ്മുടെ ബാങ്കിലടച്ച റെസിപ്റ്റും എല്ലാവരും കൊണ്ട് നമ്മുടെ ഇവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ കേട്ടോ. നമ്മുടെ എംബസിയിൽ, സ്ലൊവേനിയത്തെ എംബസിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കൺട്രിയിലാണെന്ന് വെച്ചാൽ ആ കൺട്രിയിലെ എംബസിയിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് വരും കേട്ടോ. അത്രയ്ക്കുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബായ്.